നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 ചൊവ്വാഴ്ചയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള വിപണി അനിശ്ചിതത്വം കാരണം S&P 500ഉം നാസ്ഡാക്കും 2022 ശേഷമുള്ള ഏറ്റവും മോശം ക്വാർട്ടറിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുഎസിന്റെ ബുൾ മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു 2023-24 കാലഘട്ടം. അതിൽ ആ ബുൾ മാർക്കറ്റിൽ അവരെ നേതൃത്വം നൽകിയ മാഗ്നിഫിസന്റ് 7 സ്റ്റോക്കുകൾ ഇപ്പോൾ വലിയ ഇടിവിലാണ്. ഈ ക്വാർട്ടറിൽ മാത്രം ടെസ്ല 36% ഇടിവാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. എൻവിഡിയ ഏകദേശം 20% ഇടിഞ്ഞു. ഇതിനു പുറമെ വാൾ സ്ട്രീറ്റിലെ ഫിയർ ഗേജ് എന്നറിയപ്പെടുന്ന S&P വിക്സ് 2 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. 22.28 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ യുഎസിൽ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഗോൾഡ്മാൻ സാച്ചസിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്. യുഎസിൽ ഒരു റിസഷന്റെ സാധ്യത ഇപ്പോൾ 20% നിന്ന് 35% ഉയർന്നിരിക്കുന്നു. ഇതെല്ലാം കാണിച്ചു തരുന്നത് US വിപണി ദുർബലമാണ് എന്നത് തന്നെയാണ്. ഇന്നലെ US മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്തെങ്കിലും ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഏപ്രിൽ 2-ാം തീയതി തുടങ്ങുന്ന താരിഫ് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിൽക്കുന്നത്. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറിയാണ് ഇന്നലത്തെ യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ കാണാൻ കഴിയുന്നത്. ഇൻഫോസിസ് 0.50% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1% നേട്ടത്തിലും, ICICI ബാങ്ക് 0.45% നേട്ടത്തിൽ, HDFC ബാങ്ക് 0.47% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $82,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇപ്പോൾ വീണ്ടും സർവ്വകാല റെക്കോർഡിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 67,400 രൂപയാണ്. ഇതിലും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇന്നലെ ഓയിൽ പ്രൈസുകൾ തന്നെയായിരുന്നു. ട്രംപിന്റെ താരിഫ് കൂടാതെ ഇറാന്റെ ഭീഷണികൾ എന്നിവ മൂലമുള്ള വിതരണ ആശങ്കകൾ തന്നെയാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ 2% നേട്ടമുണ്ടാക്കാൻ കാരണമായത്. ഏതായാലും ഈ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നത് US മാർക്കറ്റുകൾ തന്നെയായിരിക്കും. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവന്റായ റെസിപ്രോക്കൽ താരിഫ് അഥവാ പരസ്പര താരിഫുകൾ നാളെ മുതലാണ് US നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രസ്താവനകൾ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്ങേയറ്റം വൊളറ്റാലിറ്റിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്താൻ പോകുന്ന റെസിപ്രോക്കൽ താരിഫ് നാളെ മുതലാണ് നടപ്പിലാകുന്നത്. നേരത്തെ അവർ നിശ്ചയിച്ചതുപോലെ ഏപ്രിൽ 2 മുതൽ തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കെതിരായുമുള്ള താരിഫ് US ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ റെസിപ്രോക്കൽ താരിഫിൽ നിരവധി അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ താരിഫുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇളവുകൾ ലഭിക്കുന്നുവെന്നോ US ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇനി ഇന്ത്യ ഇത് എത്തരത്തിൽ ബാധിക്കുമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാം. ഏകദേശം ഇന്ത്യയുടെ നഷ്ടം എന്നത് $3.1 ബില്യൺ ആയിരിക്കും. അതായത് അത് GDPയുടെ വെറും 0.1% മാത്രമാണ്. ഇനി ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 32.4% അധിക നികുതിയും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് 3.3% അധിക നികുതിയും US ഏർപ്പെടുത്തിയേക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ US ഓഹരികൾ ഇപ്പോൾ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഏതായാലും ഈ റെസിപ്രോക്കൽ താരിഫ് ലോക രാജ്യങ്ങൾക്കെല്ലാം വളരെ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് US മാർക്കറ്റുകൾ നല്ല ഇടിവിലേക്കാണ് പോയത്. അതായത് US വിപണിക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നല്ല അനിശ്ചിതത്വമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. US വിക്സ് ഒക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. ഏതായാലും ഈ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളും ഇന്ത്യൻ മാർക്കറ്റും നല്ല വൊളറ്റാലിറ്റി കാണിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം NCC കമ്പനിക്ക് മാർച്ച് മാസത്തിൽ 2025 മാർച്ച് മാസത്തിൽ ഏകദേശം 5,773 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചതായി കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി ITC ആണ്. ITC ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൻ്റെ പൾപ്പ് പേപ്പർ ബിസിനസ് 3,500 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു. മറ്റൊരു കമ്പനി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. പൂനെയിലെ ഭൂവികസനത്തിനുള്ള കരാർ അവസാനിപ്പിച്ചതായി കമ്പനി അറിയിക്കുകയുണ്ടായി. അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമായി 156 പ്രജന്ത് ഹെലികോപ്റ്ററുകൾക്കായി 62,700 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയവുമായി കമ്പനി ഒപ്പുവെച്ചു കഴിഞ്ഞു. അടുത്തത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ്. മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ജോലിക്കായി സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പനിക്ക് 245 കോടി രൂപയുടെ കൺസൾട്ടൻസി പ്രൊജക്റ്റുകൾ ലഭിച്ചു.
അടുത്തത് HBL എഞ്ചിനീയറിംഗ് എന്ന കമ്പനി 3900 കിലോമീറ്ററുകൾക്കായി 413 സ്റ്റേഷനുകളിൽ കവച് സ്ഥാപിക്കുന്നതിനായി കമ്പനിക്ക് 762.56 കോടി രൂപയുടെ 5 കരാറുകൾ കമ്പനി നേടി. അടുത്ത റെയിൽവേ സെക്ടറിൽ നിന്നുള്ള റൈറ്റ്സ് എന്ന കമ്പനിയാണ്. NRL നിന്ന് 155.5 കോടി രൂപയുടെ പുതിയ ഒരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് പവർ മെക് പ്രോജക്ട്സ് ആണ്. UPയിലെ മിസർപൂർ തെർമൽ എനർജിയിൽ നിന്ന് 425 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇനി മറ്റൊരു കാര്യമുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ആ ഗ്രൂപ്പിൽ നമ്മൾ നൽകുന്ന എല്ലാ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ വ്യൂസിന്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ചില എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നൽകാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. ബ്രിഗേഡ് എന്റർപ്രൈസസ് മൈസൂരിൽ 5.3 ഏക്കർ സ്ഥലത്ത് 300 കോടി രൂപ വിലമതിക്കുന്ന ഒരു ആഡംബര ഭവന പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ബ്രിഗേഡ് ഗ്രൂപ്പ് ഒപ്പുവെച്ചിരിക്കുന്നു. അടുത്ത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് എന്ന കമ്പനിയാണ്. കമ്പനി അതിന്റെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ 1625 കോടി രൂപ നിക്ഷേപിക്കും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വെള്ളിയാഴ്ച 4353 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 7646 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോഴത്തെ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ടെൻഷനുകൾക്കിടയിലെ FISന്റെ ഒരു സെല്ലിംഗ് ആയിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ. ഇനി ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.57% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.63% ഇടിവിലും കോസ്പി മാർക്കറ്റ് 1% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,458 എന്ന നിലയിലാണ്. 179 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 170 മുതൽ 180 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ട്രംപ് റഷ്യയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുകയോ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുകയോ ചെയ്താൽ എണ്ണ വിതരണം വെട്ടിക്കുറയ്ക്കുമെന്ന് വ്യാപാരികൾ ഭയപ്പെടുന്നതിനാൽ ഇന്നലെ എണ്ണവില ഏകദേശം 2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.74 പെർ ബാരൽ എന്ന നിലയിൽ 0.09% നേട്ടത്തിൽ. WTI ഉള്ളത് $71.48 പെർ ബാരൽ എന്ന നിലയിൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 23,519 72 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു വീക്ക്നെസ് എന്താണെന്ന് നോക്കിയാൽ നിഫ്റ്റി 100-200 ഡേ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗൺ സൈഡിൽ 23,400 ലെവൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മാർച്ച് 27 ലോ ആയിട്ടുള്ള 23,412 ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. എന്നിരുന്നാലും ഇതിനൊക്കെ താഴെയായിട്ടായിരിക്കും ഇന്നത്തെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ലെവലുകൾ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. 23,135 ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഉള്ളത്. അതിനുശേഷം 23,080 ലെവലും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 50-20 ഡേ EMA ഉള്ളത് ഈ ഒരു ലെവലുകളിലാണ്. അപ്സൈഡിൽ ഇനി 23,800-850 സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇനി ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യുക ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഏതായാലും നിഫ്റ്റിയിൽ ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,500 സ്ട്രൈക്കിൽ 53% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡ് കുറച്ചുകൂടി ശക്തമാണ്. 95% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. 23,450 സ്ട്രൈക്കിൽ 149% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ വെറും 67% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്ത് 23,550 സ്ട്രൈക്കിൽ 136% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 145% കുറച്ച് കൂടി ഒരു നല്ല കോൾ സൈഡിൽ ഒരു മുൻതൂക്കം കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ശക്തമായി നിൽക്കുന്നത് 23,500-550 സ്ട്രൈക്കുകളിലാണെങ്കിൽ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് 23,450 സ്ട്രൈക്കിലുമാണ്. നല്ല വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയ്ക്കൊന്നും രാവിലെ ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 24,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,000 സ്ട്രൈക്കിൽ, അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,600,
സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,564-ൽ 11 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി അപ്സൈഡിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ച് ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സോൺ തന്നെയാണ്. 51,640 പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 50,500-ഉം അപ്പ് സൈഡിൽ 52,514-ഉം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 53,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്ക്, അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000, അതിനുശേഷം 51,000 സ്ട്രൈക്ക്, അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് വീണ്ടും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 12.72-ൽ 4.38% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്ത എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് അതവിടെ ഷെയർ ചെയ്തിരിക്കുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഏവർക്കും നന്ദി.